السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. വിശുദ്ധ റമളാൻ ഷരീഫിലെ 25-ാമത്തെ രാവിലാണ് നാം ഉള്ളത്. ഇന്ന് അസ്തമിക്കുന്ന രാത്രി നമുക്ക് 25-ാമത്തെ രാവാണ്. ഈ രാവ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയായിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുള്ളതാണ്. അഥവാ വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദർ സംഭവിക്കും എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞതായി ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഇൽതമിസൂഹ, നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചോളൂ, ഫിത്താസിഅതി വസ്സാബിഅതി വൽ ഖാമിസ. വിശുദ്ധ റമളാൻ ഷരീഫിലെ അവസാനത്തെ 10 29-ാം രാവ്, 27-ാം രാവ്, 25-ാം രാവ് തുടങ്ങിയിട്ടുള്ള ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദർ സംഭവിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ ആ രാത്രി കഴിവിൻ്റെ പരമാവധി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നേരം പുലരുന്നതുവരെ ഇബാദത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അതിൽ കഴിയുന്ന അത്ര ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. തറാവീഹ് നിസ്കാരത്തിലൂടെ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ കൊണ്ട്, തോബ കൊണ്ട് അടുത്തുകൊണ്ട്, ഒരല്പസമയം ഉറങ്ങിയതിന് ശേഷം തഹജ്ജുദ് നിസ്കാരം നിർവഹിച്ചുകൊണ്ട്, ഇങ്ങനെ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയിട്ടുള്ളത്. അവിടുന്ന് അപ്രകാരം അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അവിടുന്ന് 25-ാമത്തെ രാവിൽ പ്രത്യേകം തറാവീഹ് നിസ്കാരം മഹാന്മാരാവുന്ന സ്വഹാബത്തിനോടൊന്നിച്ച് ജമാഅത്തായി നിർവഹിച്ചതായും ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാം നസായി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മുഹദ്ദിസുകൾ നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുംനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത 23 ഫീ ഷഹ്ർ റമളാൻ. വിശുദ്ധ റമളാൻ ഷരീഫിലെ 23-ാമത്തെ രാത്രിയിൽ ഞങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിസ്കാരം നിർവഹിച്ചു. ഇലാ സുലുസിൽ ലൈലിൽ അവൽ, രാത്രിയുടെ ആദ്യത്തെ 1/3 ഭാഗം തീരുന്നത് വരെ ഞങ്ങൾ നിസ്കാരത്തിലായി റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു. പിന്നീട് പറഞ്ഞു, സുമ്മ ഖുംനാ മഅഹു, പിന്നീട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ നിസ്കാരം നിർവഹിച്ചു. ലൈലത 25 ഇലാ നിസ്ഫിൽ ലൈൽ, 25-ാമത്തെ രാവിൽ രാത്രി പകുതി ആകുന്ന അത്ര സമയം വരെ ദീർഘിച്ച നിസ്കാരം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ നിർവഹിച്ചു എന്ന് ഹദീസിൽ കാണാം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് 25-ാമത്തെ രാവിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അന്നും ലൈലത്തുൽ ഖദർ സംഭവിക്കാൻ വളരെയധികം സാധ്യതയുള്ള രാത്രി ആയതുകൊണ്ട് തന്നെ അന്നും ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട്, നിസ്കാരമടക്കമുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കേണ്ടുന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കേണ്ടുന്ന, അള്ളാഹുവിൻ്റെ റഹ്മത്ത് മതിവരോളം വാങ്ങിക്കൂട്ടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് 25-ാമത്തെ രാത്രി. ഇമാമുന ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ അഭിപ്രായപ്പെട്ടത് 25-ാമത്തെ രാവിനാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാത്രി ആയതുകൊണ്ട് തന്നെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമാവണം. നബിയും സ്വഹാബത്തും നമുക്ക് കാണിച്ചെന്നത് അന്നത്തെ രാത്രി ദീർഘസമയം നിസ്കാരം നിർവഹിച്ചുകൊണ്ടും, അതുപോലെ തന്നെ മറ്റു പല ഹദീസുകൾ എന്നതുപോലെ ദീർഘസമയം പ്രാർത്ഥനകൾ നടത്തി, ഇസ്തിഗ്ഫാർ നടത്തി, തൗബ ചെയ്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നേരം പുലരുന്നതുവരെ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.